വീണ്ടും കാലടി കലാമണ്ഡലത്തിലേക്കാണ്. അവിടെ വലിയ സംഘർഷം തുടരുക തന്നെയാണ്, പ്രതിഷേധം തുടരുക തന്നെയാണ്. വിദ്യാർത്ഥികളും പോലീസും കോൺഗ്രസുകാരും തമ്മിലുള്ള ഏറ്റുമുട്ടലായി സംഘർഷം നീളുകയാണ്. സമരത്തിനെതിരെ വിദ്യാർത്ഥികൾ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള കാഴ്ച കൂടി കാണാം. അവർക്ക് പഠിക്കാൻ കഴിയുന്നില്ല, അധ്യാപകരില്ല എന്ന് വിദ്യാർത്ഥികൾ പറയുമ്പോൾ അവിടെ കയറ്റുന്ന അധ്യാപകർ ശരിയായ യോഗ്യതയുള്ളവരല്ല എന്ന് കോൺഗ്രസ് പറയുകയാണ്. CPM അനുഭാവികളെ തിരികെ കയറ്റുകയാണ്. അതാണ് ഇവിടെ ഭരണസമിതി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. പോലീസും അവിടെ എത്തി. പോലീസും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ട്. ഷാബാസ്, ഇപ്പോൾ വിദ്യാർത്ഥികൾ കൈയടിക്കുന്നു. എന്താണ് അവിടെ നിങ്ങൾ തീരുമാനം ഉണ്ടായോ? സ്മൃതി, ഇപ്പോഴും വിദ്യാർത്ഥികൾ ഈ കലാമണ്ഡലത്തിലെ കൂത്തുമണ്ഡലത്തിനകത്തേക്ക് കയറിക്കൊണ്ട് അതിലൂടെ വന്നുകൊണ്ട് വലിയ മുദ്രാവാക്യം വിളിക്കുകയാണ്. എന്താണ് ഇപ്പൊ എന്താ പറയുന്നത്? പോലീസ് പറയുന്നത് ഇത്ര നേരം കലാമണ്ഡലത്തിന്റെ ഫ്രണ്ടിൽ അവർ ഉപരോധിച്ചു. വിദ്യാർത്ഥികളെ അതിൽ കയറാൻ പറ്റില്ല എന്നുണ്ട്. 9:30 ക്ലാസ്സുകൾ തുടങ്ങേണ്ടതാണ്. ഇതുവരെ തുടങ്ങാൻ അവർ അനുവദിച്ചിട്ടില്ല. വിദ്യാർത്ഥികളെ കയറാൻ പറ്റില്ല എന്ന് കോൺഗ്രസ് പറയാം. കലാമണ്ഡലത്തിൽ കൂത്തമ്പലത്തിൽ എങ്ങനെ വിദ്യാർത്ഥികളെ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവർ ഓഫീസിൽ പോയി പരിശോധിക്കട്ടെ. ഇവിടെ എന്തിനാ പറയുന്നത്? ഞങ്ങൾ കയറും, ഞങ്ങളുടെ കൂത്തമ്പലാണ്, രാഷ്ട്രീയക്കാരുടെ അല്ല കൂത്തമ്പലം, ഞങ്ങൾക്ക് കയറി തന്നെയാണ്. ഈ പോലീസ് അവർ കൂടെ നിന്നിട്ട് നമ്മുടെ ഒപ്പം കയറി വരികയാണ്. വിദ്യാർത്ഥികൾ ഇപ്പോൾ കയറി ഉള്ളിൽ പിള്ളേരെല്ലാവരും കയറിയുണ്ട്. ഈ വഴി നമ്മൾ കയറിയേ പറ്റുള്ളൂ. നമ്മളെ തടയാൻ പറ്റില്ല. നമ്മളെ ഒരു റൂളും ഇല്ല അവർ തടയാൻ. 8ാം ക്ലാസ്സുകാരോട് എങ്ങനെ ഇവർ തടയും? 8ാം ക്ലാസ് തൊട്ട് പഠിക്കുന്ന ഒരു ഇതാണ്. എല്ലാവരുടെയും വേറിട്ടൊരു ക്യാമ്പസാണിത്. യൂണിവേഴ്സിറ്റി അല്ല, കൽപ്പിത സർവകലാശാലയാണ്. 8 മുതലാണ് ഇവിടെ ക്ലാസ്സുകൾ നടക്കുന്നത്. ഞങ്ങൾക്ക് പറ്റില്ല. സ്മൃതി, ഈ കൂത്തമ്പലത്തിന് മുന്നിലായിരുന്നു ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ ഉപരോധം ഇവിടെ ഉണ്ടായിരുന്നത്. ആ കൂത്തമ്പലത്തിനകത്തേക്ക് വിദ്യാർത്ഥികൾ കയറണം, ഈ വാതിലിൽ കൂടെ തന്നെ, അതായത് ഈ കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിക്കുന്ന വാതിലിനകത്ത് കൂടെ തന്നെ കയറണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു വിദ്യാർത്ഥികൾ. ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ മറുവശത്ത് കൂടെ അതിനകത്തേക്ക് കയറുന്നു, അല്ലെങ്കിൽ ഇതിലൂടെ തന്നെ അകത്തേക്ക് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതാണ് വിദ്യാർത്ഥികൾ വലിയ കൈയടിച്ചുകൊണ്ട് ആഘോഷിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് തന്നെ ഇടപെട്ട് ഇവിടുന്ന് മാറ്റിക്കൊണ്ട് വിദ്യാർത്ഥികളെ അകത്തേക്ക് കയറ്റുകയാണ്. ഒരു തരത്തിലും ഈ കൂത്തമ്പലത്തിന് മുമ്പിൽ ഉപരോധിക്കാൻ സമ്മതിക്കില്ല എന്ന നിലപാടാണ് വിദ്യാർത്ഥികൾക്കുള്ളത്. അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ കോൺഗ്രസ് പ്രവർത്തകർ നിൽക്കുന്ന ഈ ഭാഗത്തേക്ക്, ഈ വാതിലിന് മുന്നിലേക്ക് വന്നുകൊണ്ട് വിദ്യാർത്ഥികൾ വലിയ ഒന്നുതള്ളുമുണ്ടായി സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ഇപ്പോഴെന്തായാലും പോലീസ് ഇടപെട്ട് കോൺഗ്രസ് പ്രവർത്തകരെ ആ വാതിലിന് മുന്നിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. വിദ്യാർത്ഥികളെ അകത്തേക്ക് കയറാൻ പറ്റും വിധം ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ അതിനടുത്തുനിന്ന് മാറിയിട്ടുണ്ട്. അതിനാണ് വിദ്യാർത്ഥികൾ വലിയ രീതിയിൽ കൈയടിച്ചുകൊണ്ട് ആഘോഷിക്കുന്നത്. എന്തായാലും ഈ ഉപരോധം ഇവിടെ തുടരാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ ഓഫീസിന് മുന്നിൽ ഏതെങ്കിലും സമരം നടത്തണമെങ്കിൽ നടത്തിക്കോട്ടെ എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. പക്ഷേ ഇന്റർവ്യൂ നടക്കണം, ഇന്റർവ്യൂ തടയാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ ഉണ്ട്. എന്താണ്? നിയമസഭയാണ്. ഞങ്ങൾ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കെതിരല്ല. സർക്കാർ ഇവിടെ ഭരണം മാറിയിട്ടും ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ പരിഗണിക്കാതെ ഇത്തരത്തിൽ ഒരു ഇന്റർവ്യൂ നടത്തി ഇവിടുത്തെ സാംസ്കാരിക, ഞങ്ങളുടെയൊക്കെ വള്ളത്തോൾ എന്ന് പറയുന്ന മഹാന്റെ പേരിലുള്ള ഈ സ്ഥാപനത്തിൽ കൃത്യമായി രാഷ്ട്രീയം കളിച്ചുകൊണ്ട് ഇവിടുത്തെ വൈസ് ചാൻസലർ അവരുടെ തന്നിഷ്ടക്കാരെ കുത്തിക്കയറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു കാരണവശാലും ഈ നിയോജകമണ്ഡലത്തിലെ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഒരു കാരണവശാലും ഈ ഇന്റർവ്യൂ വിദ്യാർത്ഥികൾ പറയുന്നത് വിദ്യാർത്ഥികളെ അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ സമരക്കാർ സമ്മതിച്ചിരിക്കുന്നതാണ്. അവിടെ സംഘർഷത്തിന് അല്പം അയവുണ്ട്.